അതൊരു നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. പുറത്തൊക്കെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറത്തു നിന്നൊരു ശബ്ദം, എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ. റൂമിൻ്റെ ഉള്ളിൽ പുതപ്പിനടിയിൽ പുതച്ചു കിടന്ന പാപ്പച്ചനോട് ഭാര്യ പറഞ്ഞു, ഒന്ന് പോയി നോക്കിക്കൂടെ അതാരാണെന്ന്. ആരും സഹായത്തിന് വേണ്ടി കരയുന്നുണ്ട്. പാപ്പച്ചൻ തണുപ്പ് കാരണം പുതച്ചു കിടക്കുകയായിരുന്നു. പോകുവാൻ മനസ്സില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. പുറത്തു പോകാനുള്ള മടി കാരണം പാപ്പച്ചൻ ജന്നൽ തുറന്നു നോക്കി. മഞ്ഞ് കാരണം ഒന്നും കാണുവാൻ സാധിക്കുന്നില്ലായിരുന്നു. താൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, എന്താണ് സഹായം വേണ്ടത്, ആരാണ് അവിടെ? പുറത്തു നിന്ന് വീണ്ടും ശബ്ദം, എന്നെ ഒന്ന് സഹായിക്കൂ, ഒന്ന് തള്ളിയാൽ മതി, പ്ലീസ്, ആരെങ്കിലും ഒന്ന് വരൂ. പാപ്പച്ചനൊന്നും മനസ്സിലായില്ല. തണുപ്പ് കാരണം ഉറക്കക്ഷീണവും കാരണം താൻ വീണ്ടും വന്ന് പുതച്ചു മൂടിക്കിടന്നു. എന്നാൽ ആ കരയുന്ന ശബ്ദം വീണ്ടും കേട്ടു, എന്നെ സഹായിക്കൂ, എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് സഹായിക്കൂ. ഒട്ടും താല്പര്യമില്ലാതെ തന്നെ പാപ്പച്ചൻ വീണ്ടും കട്ടിൽ നിന്ന് എണീറ്റു. തൻ്റെ മെയിൻ ഡോർ തുറന്നു പുറത്തേക്ക് നോക്കി. മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാരണം ഒന്നും കാണുവാൻ സാധിച്ചില്ല. താൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, സഹായം വേണോ, നിങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടോ? പുറത്തുനിന്ന് ശബ്ദം വീണ്ടും വന്നു, അതെ, എനിക്ക് സഹായം വേണം, എന്നെ സഹായിക്കൂ. പാപ്പച്ചൻ ചോദിച്ചു, എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്ത് പറ്റി? ഒന്ന് തള്ളിയാൽ മതി, ഒന്ന് സഹായിക്കൂ. ആരുടെ വാഹനത്തിന് എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. പാപ്പച്ചൻ ഉച്ചത്തിൽ ചോദിച്ചു, മഞ്ഞ് കാരണം എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾ എവിടെയാണ്? പുറത്തുനിന്നുള്ള ശബ്ദം വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ വലതുവശത്തേക്ക് വരൂ, അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഞാൻ ഊഞ്ഞാലിരിക്കുകയാണ്, ഇങ്ങോട്ട് വരൂ പ്ലീസ്. ഈ മുടിഞ്ഞ തണുപ്പിലും ഏവനോ ഒരുത്തൻ ഊഞ്ഞാലാടാൻ വന്നിരിക്കുന്നു. ദേഷ്യം കൊണ്ട് പാപ്പച്ചൻ തിരിച്ചു പോയി കിടന്നുറങ്ങി.